നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ ചാനലാട്ടോ. ഞാൻ മാലതി വാര്യർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കഥകളിൽ നിന്നൊരു കഥ ഞാനിപ്പോൾ പറയാൻ പോകുക. എന്താണ് ആ കഥയുടെ പേരെന്നല്ലേ? ഏകവീരന് ഭാര്യ ഏകാവലി തന്നെ. ഏകവീരന് ഭാര്യ ഏകാവലി തന്നെ. എങ്ങനെയാണ് ഈ ഏകവീരൻ ഏകാവലി ഒക്കെ ഉണ്ടായതെന്ന് നോക്കാം. പണ്ട് ഹേഹയൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. എന്താ ഈ ഹേഹയൻ? അദ്ദേഹമാണ് കേട്ടോ ഹേഹയ രാജ്യത്തിൻ്റെ സ്ഥാപകൻ തന്നെ. ഈ ഹേഹയൻ എന്ന രാജാവിന് ആ പേര് വരാനുള്ള കാരണം ഒരു കുതിരയാണ് അദ്ദേഹത്തെ പ്രസവിച്ചത്. കുതിര അമ്മയായിട്ടുള്ള ഒരു മകൻ, ആ മകൻ്റെ പേരാണ് ഹേഹയൻ. ഹേഹയൻ ഇങ്ങനെ എന്താണ് ഇങ്ങനെയൊക്കെ വരാനുള്ള ഒരു കാരണം എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കഥയാണ്. ഒരിക്കൽ ഇന്ദ്രൻ്റെ സുഹൃത്തായിട്ട് രേവന്തൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദ്രനും രേവന്തനും കൂടി ഇങ്ങനെ പലതിക്കലും ചുറ്റിക്കറക്കൂട്ടുകാർ തമ്മിൽ ചുറ്റിക്കറങ്ങുമല്ലോ, അതുപോലൊരു ചുറ്റിക്കറങ്ങൽ കഴിഞ്ഞിട്ട് കറങ്ങി അങ്ങനെ വൈകുണ്ഠത്തിൽ ചെന്നു. വൈകുണ്ഠത്തിൽ ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മഹാവിഷ്ണുവുണ്ട്, ഭാര്യ മഹാലക്ഷ്മിയുണ്ട്. രണ്ടുപേരും കൂടിയിട്ട് ഇവരെ രണ്ടുപേരെയും സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ഈ രേവന്തൻ എന്ന് ആ വ്യക്തി ഉണ്ടല്ലോ, ദേവേന്ദ്രൻ്റെ കൂടെ ചെന്ന ആൾ അതീവ സുന്ദരനാണ്. അങ്ങേയറ്റം കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല. എന്തിനു പറയണോ, മഹാലക്ഷ്മി വിഷ്ണുവിനെ അങ്ങോട്ട് മറന്നു രേവന്തനെ നോക്കിക്കൊണ്ട് നിന്നു. മഹാവിഷ്ണുവിന് മനസ്സിലായി ഇങ്ങനെയാണ്. അപ്പോൾ മഹാലക്ഷ്മിക്ക് ഇതാണല്ലേ പണി. രേവന്തനെയാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടേക്കണേ. എന്നെക്കാളും സൗന്ദര്യം രേവന്തനുണ്ടോ? എന്തിനാ ഈ ദേവി ഈ അന്യപുരുഷന്മാരെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണത്? വിഷ്ണുവിൻ്റെ ഭാര്യ, മഹാവിഷ്ണുവിൻ്റെ ഭാര്യയല്ലേ, എൻ്റെ ഭാര്യയല്ലേ എന്ന് കരുതി മഹാലക്ഷ്മിയുടെ ഈ രേവന്തനെ നോക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു ആസ്വാദനം ഇങ്ങനെ മിടിച്ചു നോക്കി അന്തം വിട്ട് നിൽക്കുക. ഇത്ര സുന്ദരന്മാരായ പുരുഷന്മാരോ? വിഷ്ണു ഒന്നും രേവന്തൻ്റെ മുമ്പിൽ ഒന്നും അല്ലല്ലോ എന്നങ്ങോട്ട് തോന്നി മഹാലക്ഷ്മിക്ക്. ഈ കാര്യം വിഷ്ണുവിന് മനസ്സിലായി. വിഷ്ണു തന്നെ പിന്നേക്കൊന്നും പറ്റില്ല. മഹാലക്ഷ്മി അങ്ങോട്ട് ശപിച്ചു, നീ ഭൂമിയിൽ കുതിരയായി ജനിക്കട്ടെ. ആയില്ല കാര്യം. പറഞ്ഞതിൻ്റെ പിന്നാലെ മഹാലക്ഷ്മി ശാപം കിട്ടി പെൺകുതിരയായി മാറിയപ്പോൾ തൊട്ട് മഹാവിഷ്ണുവിൻ്റെ കാല് പിടിച്ചു. അയ്യോ, എനിക്ക് ശാപമോക്ഷം തരണേ, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ അറിയാതെ വന്നൊരു പിഴവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിഷ്ണു എന്ത് പറഞ്ഞു എന്നാ, തെറ്റുപറ്റിയതൊക്കെ തെറ്റ് തന്നെ, ചെയ്തതെന്താണെന്നൊക്കെ ഞാൻ കണ്ടു, ഞാൻ അറിഞ്ഞു നിൻ്റെ മനോവികാരമൊക്കെ. എന്നെപ്പോലെ തന്നെ ഒരു പുത്രൻ നിനക്ക് എപ്പോഴും ഉണ്ടാകുന്നു ഭൂമിയിൽ, അന്ന് നിനക്ക് ശാപമോക്ഷം കിട്ടും. വിഷ്ണുവിനെ പോലെ ഒരു പുത്രൻ ഒരു പെൺകുതിരയ്ക്ക് ഉണ്ടാകണം, എന്നാലേ ആ പെൺകുതിര വീണ്ടും മഹാലക്ഷ്മി ആവുള്ളൂ. അതാണ് ശാപവും ശാപമോക്ഷവും. അപ്പം അപ്പോഴേക്കും കുതിരയായി മാറി മഹാലക്ഷ്മി ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞ ഭൂമിയിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ പെൺകുതിര എന്ത് വിചാരിച്ചു, ഞാൻ ഏതായാലും എൻ്റെ കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലായി, ഇനിയിപ്പോൾ കുറച്ച് നാൾ തപസ് ചെയ്യാമെന്ന് കരുതിയിട്ട് മഹാദേവനെ അങ്ങോട്ട് തപസ് ചെയ്ത് പലതരത്തിലും തപസ് ചെയ്തു. കഠിനമായ തപസ്സൊക്കെ ആയി. മഹാദേവനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് തപസ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണ്, വേഗം അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്തിനാ തപസ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം ഈ പെൺകുതിര മഹാലക്ഷ്മി ഉണ്ടായ കഥകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് എങ്ങനെയാണ് വിഷ്ണുവിനെ പോലൊരു പുത്രനുണ്ടാകണത്, അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം മഹാദേവന് തോന്നി, പാവം മഹാലക്ഷ്മി എന്താ ചെയ്യണേ, ഒരു നിമിഷത്തിൽ പറ്റിയ ഒരു ചെറിയ പിഴവ്, അത് കണ്ട വഴിക്ക് വിഷ്ണു അങ്ങോട്ട് ശപിക്കുകയും ചെയ്തു. ശാപിച്ചാലും തെറ്റില്ല. തൻ്റെ ഭാര്യ അന്യപുരുഷനെ നോക്കി ഇങ്ങനെ വിഴിച്ചു നോക്കി നിന്ന് കഴിഞ്ഞാൽ ഏതൊരു ഭർത്താവ് ക്ഷമിക്കുക. അപ്പോൾ വിഷ്ണുവിനെ കിട്ടാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതി വേഗം മഹാദേവനും പാർവതിയും കൂടി വൈകുണ്ഠത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്താ, മഹാവിഷ്ണു ഉണ്ട് അവിടെ, മഹാലക്ഷ്മി കുതിരയായിട്ട് ഭൂമിയിലല്ലേ. അപ്പോൾ സൽക്കാര വേളയിൽ ചോദിച്ചു,
അപ്പോൾ എവിടെ പോയി, ദേവി എവിടെ പോയി എന്ന് ചോദിച്ചു. ആ, അവൾക്ക് ഒരു ചെറിയ പണി കൊടുത്തേക്കാം, ഞാൻ ഒരു ശിക്ഷ കൊടുത്തേക്കുക. ശപിച്ച് വിട്ടു ഭൂമിയിലേക്ക്, പെൺകുതിരയാക്കി മാറ്റി ഞാൻ ഭൂമിയിലേക്ക് അങ്ങോട്ട് അയച്ചു. എന്താ അത്? ആ ദേവേന്ദ്രൻ്റെ രേവന്തൻ ഒരു ദിവസം ഇവിടെ വന്നു. രേവന്തൻ കാര്യം സുമുഖനൊക്കെയാണ്, സുന്ദരനാണ്, ആരോഗ്യവാനാണ് എന്ന് കരുതി മഹാലക്ഷ്മി അയാളെ നോക്കി നിൽക്കേണ്ട കാര്യമുണ്ടോ? എന്നെ അങ്ങോട്ട് മറന്നൂന്നേ. ഭർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ചിന്തയില്ലാണ്ടാണ് മഹാലക്ഷ്മി രേവന്തനെ കണ്ടങ്ങനെ നിന്നെ മതി മറന്നവിടെ നിന്നത്. എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. ശംഭോ മഹാദേവ, എനിക്കങ്ങോട്ട് ദേഷ്യം വന്നു. ഞാൻ മഹാലക്ഷ്മി ശപിച്ച് ഭൂമിയിലേക്ക് പെൺകുതിരയാക്കിയിട്ട് വിട്ടു. അതാ കാര്യം. ഓഹോ, അങ്ങനെയാണോ? എന്നിട്ട് ശാപമോക്ഷമൊന്നും ഉണ്ടായില്ലേ എന്ന് ചോദിച്ചു. ശാപമോക്ഷം എന്നെപ്പോലൊരു പുത്രനെ പ്രസവിക്കണം അവൾ, എന്നാൽ ശാപമോക്ഷമുണ്ട്. ഓ, അതിനിപ്പോൾ എന്താ ചെയ്യണേ? എന്താ ചെയ്യണേന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്കറിയാം എന്ന് പറഞ്ഞു മഹാദേവൻ. ഉടൻ തന്നെ മഹാവിഷ്ണുവിനെ ഒരു കുതിരയാക്കി ഭൂമിയിലേക്ക്, ആൺകുതിരയാക്കി ഭൂമിയിലേക്ക് വിട്ടു. ഇപ്പം എന്താ? മഹാലക്ഷ്മി പെൺകുതിര, മഹാവിഷ്ണു ആൺകുതിര. അവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടേക്കാണ് ഞാൻ പറഞ്ഞയക്കണേ എന്നും അങ്ങോട്ട് പറഞ്ഞയച്ചു. അവിടെ ചെന്ന് പെൺകുതിരയും ആൺകുതിരയും തമ്മിൽ കണ്ടു. അവർ തമ്മിൽ അങ്ങോട്ട് ഇണങ്ങി സ്നേഹമായി. കുറേ നാളൊക്കെ വിഹരിച്ച് കളിച്ച് മതിച്ച് ഇങ്ങനെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കളി കാര്യമായി. പെൺകുതിര ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കുതിരയ്ക്ക് ഹയം എന്നൊരു പേരുണ്ട്. ഹയം പ്രസവിച്ചുണ്ടായ ആ കുഞ്ഞാണ് ഹേഹയൻ. അപ്പോൾ മനസ്സിലായോ? ഹേഹയനാണ് ഹേഹയ രാജ്യത്തിൻ്റെ സ്ഥാപകൻ. അങ്ങനെ അവിടെ നടന്നിട്ട് കാട്ടിൽ കുട്ടിയിട്ടിട്ട് കുട്ടിയായി ഹേഹയൻ. പേരൊക്കെ വിളിച്ചു, കാര്യമൊക്കെ ശരി തന്നെ. കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഇങ്ങനെ ഭൂമിയിൽ ചുറ്റിക്കറങ്ങിയാൽ മതി. അവർക്ക് വൈകുണ്ഠത്തിൽ പെട്ടിപ്പത് പണിയുണ്ട്. രണ്ടുപേരും വൈകുണ്ഠത്തിലേക്കാണ് പോയി. വൈകുണ്ഠത്തിൽ ചെന്നവർ അവരുടെ കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് ഇടപെട്ടു. ഈ കുട്ടി കാട്ടിയെ കിടന്നത് കരയാനും മിഴിയാനൊക്കെ തുടങ്ങി. അതിന് വല്ലതും കഴിക്കണ്ടേ, ആരുണ്ട് കൊടുക്കാൻ? അങ്ങനെ ഇരിക്കെ ആ നാട്ടിലുള്ള ഒരു രാജാവ് അവിടെ കാട്ടിലൂടെ നായാട്ടൊക്കെയായിട്ട് അങ്ങനെ നടക്കുകയാണ്. അത് ഉടനെ തന്നെ ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് അദ്ദേഹം അടുത്ത് വന്ന് കുട്ടിയെ എടുത്തു. കുട്ടി നല്ലൊരാൺകുട്ടി. കരച്ചിൽ കേട്ടപ്പോൾ ആ രാജാവിൻ്റെ പേര് രഭ്യു എന്നാണ്. രഭ്യു എന്ന രാജാവിന് സുന്ദരിയായൊരു പുത്രിയുണ്ട്. ആ പുത്രിയാണ് ഈ രഭ്യു. ശതജിത്ത് എന്ന രാജാവ് അതുവഴി വന്നു. അപ്പം ശതജിത്ത് എന്ന രാജാവ് എന്ത് പറഞ്ഞു? എനിക്ക് കുട്ടികളൊന്നുമില്ല, ഞാൻ ഈ കുട്ടിയെ കൊണ്ടുപോയി വളർത്തിക്കോളാം. അപ്പം രവി പിന്നെ ഇടചാടാൻ നിന്നില്ല. അദ്ദേഹത്തിനൊരു മകളുണ്ടല്ലോ, ഒരു കുട്ടിയില്ലാത്തവർ കൊണ്ടോട്ടേച്ചു. അങ്ങനെ ശതജിത്ത് കുട്ടിയെ കൊണ്ടുപോയി ഏകവീരൻ എന്ന് പേരിട്ട് തൻ്റെ രാജ്യത്ത് കൊണ്ടുപോയി രാജകുമാരനാക്കി തന്നെ അങ്ങോട്ട് വളർത്തി. രഭ്യു തൻ്റെ മകളായ ആ മകളുടെ പേരാണ് ഏകാവലി. രാജകുമാരി ഇവിടെയും വളർന്നു. കുറേ നാളുകൾ കഴിഞ്ഞു. രാജാവും രാജകുമാരനും രാജകുമാരിയായിട്ട് ഏകവീരനും ഏകാവലിയും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവിടെ ഒരു ദിവസം ഏകാവലി ഒരു ക്ഷേത്ര ദർശനത്തിന് പോവുക. തോഴിമാരൊക്കെ ഉണ്ട് കൂടെ. അതുകൊണ്ടെന്താ കാര്യം? അങ്ങനെ പോയി തോഴിമാരൊക്കെ കൂടി അട്ടഹസിച്ച് വനത്തിൽ കൂടെ കുറച്ച് വഴി പോകണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാട്ടാളൻ രാജകുമാരിയെ കണ്ടു. അതീവ സുന്ദരിയായ ഏകാവലിയെ കണ്ടപ്പോൾ ഇവളെന്നെ മതി എനിക്ക് ഭാര്യ, ഇവളെ അങ്ങോട്ട് പിടിച്ചളെ എന്ന് കരുതി കാട്ടാളൻ ഏകാവലി അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. തോഴിമാരൊക്കെ അങ്ങോട്ട് അയ്യോ പാവോന്ന് മുറവിളി കൂട്ടി. അപ്പോൾ വനത്തിലൂടെ യാത്ര ചെയ്തിരുന്ന ഏകവീരൻ ഇത് കേട്ടു. അദ്ദേഹം ഓടി അങ്ങോട്ട് വന്നു, കാട്ടാളനെ അങ്ങോട്ട് കൊന്നു. ഏകാവലിയെ രക്ഷിച്ച് കാട്ടാളൻ ഏകാവലിയെ കൊണ്ടൊക്കെ പാതാളത്തിൽ പോയി. പിന്നാലെ ഏകവീരനും പോയി. അങ്ങനെ പാതാളത്തിൽ ചെന്ന് യുദ്ധം ചെയ്ത് കാട്ടാളനെ കൊന്ന് ഏകാവലിയെയും രക്ഷിച്ച് ഭൂമിയിൽ വന്ന് ഏകാവലിയുടെ അച്ഛനായ രഭ്യു രാജാവിനെ കൊണ്ടുപോയി ഏൽപ്പിച്ചു. അങ്ങയുടെ മകളെ
ഈ രാക്ഷസൻ അത് കാലകേതു എന്ന് പറയുന്ന കാട്ടാളൻ രാക്ഷസൻ വന്ന് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ കരച്ചിൽ കേട്ടു തോഴിമാരുടെ. എന്നിട്ട് ചെന്നു രക്ഷിച്ചു. ആദ്യം പാതാളത്തിലേക്ക് കൊണ്ടുപോയതാ, ഞാൻ പുറകെ പോയി അവിടുന്ന് കാട്ടാളൻ്റെ പിടിയിൽ നിന്ന് രക്ഷിച്ച് ഇതാ കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം രഭ്യു രാജാവിന് വളരെ സന്തോഷമായി. അപകടത്തിൽ നിന്ന് തൻ്റെ മകളെ രക്ഷിച്ച ആളല്ലേ ഈ ഏകവീരൻ. ഉടൻ തന്നെ ഏകവീരനോട് പറഞ്ഞു, എനിക്കൊരു മകളിൽ എന്താ പേര് അങ്ങയുടെ രാജകുമാരൻ്റെ? എൻ്റെ പേര് ഏകവീരൻ. അത് ശരി, അങ്ങനെയാണ് കാര്യം. അങ്ങാണ് എൻ്റെ മകളെ രക്ഷിച്ചത്. എൻ്റെ മകളാണ് ഏകാവലി. ഇവളുടെ പേര് ഏകാവലി എന്നാണ്. അങ്ങേക്ക് എൻ്റെ മകളെ ഇഷ്ടപ്പെട്ടോ? ഞാൻ അങ്ങേക്ക് കന്യാദാനം നൽകാനായിട്ട് ആഗ്രഹിക്കണം. ഇത് കേട്ടപ്പോൾ ഏകവീരൻ പറഞ്ഞു, എനിക്ക് സമ്മതം തന്നെയാണ്. എന്നാൽ രഭ്യു രാജാവ് പറഞ്ഞു, എൻ്റെ മകളായ എന്നാൽ ഏകവീര രാജകുമാരന്, എൻ്റെ രാജാവിൻ്റെ പുത്രനാണ് ഹേഹയനാണ് അങ്ങ്. ശരിക്ക് അങ്ങയെ എടുത്തുകൊണ്ടുപോയി വളർത്തിയത് ശതജിത്ത് രാജാവാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങയുടെ പിതാവിനെ ഞാൻ വിവരമറിയിക്കാം. അദ്ദേഹം പരിവാര സമേതം ഇങ്ങോട്ട് വരും. വന്നതിന് ശേഷം ശതവീര രാജകുമാരന് ഏകാവലി തന്നെ ഭാര്യ, ശതവീര രാജകുമാരനല്ല, ഏകവീര രാജകുമാരന് ഏകാവലി തന്നെ ഭാര്യ. എന്താ സന്തോഷമായോ എന്ന് ചോദിച്ചു. എനിക്ക് വളരെ സന്തോഷമായി. അച്ഛൻ വരട്ടെ, ഞാൻ കാത്തിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ശതജിത്ത് രാജാവ് വന്നു. തൻ്റെ മകൻ ഏകാവലിയെ രക്ഷിച്ച കഥയൊക്കെ വളരെ സന്തോഷത്തോടെ രഭ്യു രാജാവ് പറഞ്ഞത് കേട്ടു. ഏകാവലിയെയും ഇഷ്ടപ്പെട്ടു. അതീവ സുന്ദരിയല്ലേ രഭ്യു, ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ഏക അവകാശിയാണ്. അങ്ങനെ വീരകുമാരനും ഏകാവലി രാജകുമാരിയും തമ്മിലുള്ള വിവാഹം നടന്നു. രണ്ട് രാജ്യങ്ങളും ഒന്നു ചേർന്ന് ഒരുപോലെ നല്ല സൽഭരണം കാഴ്ചവെച്ച് പ്രജകളൊക്കെ സുഖമായിട്ടിരിക്കുകയും രാജകുമാരനെ രാജകുമാരിയെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് കഥ. ഏകവീരൻ ഏകാവലിയെ വിവാഹം ചെയ്ത കഥ. ഏകവീരന് ഏകാവലി തന്നെ ഭാര്യ. ഇതാണ് കഥയുടെ പേര്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നന്ദി.